ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വാഷിംഗ് മെഷീൻ്റെ ടാപ്പ് എങ്ങനെ സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ അതിലേക്ക് വാഷിംഗ് മെഷീൻ്റെ കണക്ഷൻ പൈപ്പ് എങ്ങനെ അതിൻ്റെ കണക്ടറും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കുക എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓൾറെഡി ഇവിടെ വാട്ടർ കണക്ഷൻ്റെ പോയിന്റ് കൊണ്ടിട്ടിട്ടുണ്ട്. സ്വിച്ച് ബോർഡിൻ്റെ അടുത്തായിട്ട് വാട്ടർ കണക്ഷൻ്റെ പോയിന്റ് കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ടാപ്പ്, PVC-യുടെ ടാപ്പാണ്. അപ്പോൾ ഇതിന് ഏകദേശം മാർക്കറ്റിൽ ഒരു 300-350 രൂപയോളം വിലയുണ്ട്. അപ്പോൾ ഈ ഒരു ടാപ്പ് ഫിറ്റ് ചെയ്യുന്നത് നമ്മൾ നോർമലായിട്ട് ടാപ്പ് ഫിറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ ടെഫ്ലോൺ ടൈപ്പ് ചുറ്റിയതിന് ശേഷം നമ്മുടെ ആ ഒരു PVC ബ്രാസ് എൽബോയിലേക്ക് കയറ്റി വെച്ച് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തുകൂടി വെള്ളം ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം വാഷിംഗ് മെഷീൻ്റെ ഈ ഒരു കണക്ഷൻ പൈപ്പ് നമുക്ക് ഇതിൻ്റെ ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ ബാക്ക് ഭാഗത്തായിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ്. ടോപ്പ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഇതിൻ്റെ മുകൾ ഭാഗത്തായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ഒരു കണക്ഷൻ പൈപ്പിൻ്റെ ഈ ഒരു എൻഡ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. ഈ ഒരു വളഞ്ഞ ഭാഗമാണ് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. അപ്പോൾ ഈ ഒരു വാട്ടർ കണക്ഷൻ കണക്ട് ചെയ്ത് കൊടുക്കേണ്ട ഈ ഒരു ഭാഗത്തിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊരു അരിപ്പ് പോലുള്ളൊരു സംഭവം കാണാൻ സാധിക്കും. ഇതൊരു ഫിൽറ്ററാണ്. അതായത് ഈ വെള്ളത്തിൽ കൂടി പൊടിയോ മറ്റോ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വന്ന് തടഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തേക്കുന്ന ഒരു ഫിൽറ്ററാണത്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു പൈപ്പിൻ്റെ എൻഡ് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു കാരണവശാലും ആ ഒരു ഭാഗത്ത് ലീക്ക് ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം ടാപ്പുമായിട്ട് ബന്ധിപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ടാപ്പിൻ്റെ കൂടെ 3 ടൈപ്പ് കണക്ടറുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഈ ഒരു കവർ പൊട്ടിച്ചൊന്ന് പുറത്തെടുത്ത് നോക്കാം. ഈ ഒരു ഭാഗമായിട്ട് സൂട്ടാവുന്നത് കണക്ടർ ഏതാണെന്നുള്ളത് നമുക്കൊന്ന് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാം. അപ്പോൾ 3 ടൈപ്പ് കണക്ടറുകളും അതിൻ്റെ കൂടെ തന്നെ 3 ടൈപ്പ് വാഷറും അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു കണക്ടറാണ് ഈ ഒരു കണക്ഷൻ പൈപ്പിനകത്ത് കറക്റ്റായിട്ട് സൂട്ടാവുന്നത്. കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് ഈ ഒരു കണക്ടറാണ് കറക്റ്റായിട്ട് സൂട്ടാവുന്നത്. ഓൾറെഡി ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു വാഷറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ കണക്ടറിൻ്റെ കൂടെ കിട്ടിയ, അതായത് ടാപ്പിൻ്റെ കൂടെ കിട്ടിയ ആ ഒരു വാഷർ അവിടെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് നല്ല രീതിയിൽ അവിടെ ടൈറ്റ് ആവുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു കണക്ടറിനെ നമുക്ക് ടാപ്പുമായിട്ട് ബന്ധിപ്പിക്കണം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു കണക്ടറിൻ്റെ കൂടെ കിട്ടിയ ചെറിയൊരു വാഷർ ആ ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ ടാപ്പുമായിട്ട് ബന്ധിപ്പിക്കാം. വാഷർ ഇട്ടില്ലെങ്കിൽ ആ ഭാഗം വഴി ലീക്ക് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാഷർ അവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വാഷറും കൂടി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ തന്നെ അത് ആ ഒരു ടാപ്പിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വെള്ളം ഓക്കെയാണ്. നമ്മൾ ആ ഒരു പൈപ്പ് കണക്ട് ചെയ്യുന്നതിന് മുമ്പിട്ടായിട്ട് വെള്ളം ഒന്ന് തുറന്ന് വിട്ട് ചെക്ക് ചെയ്ത് പൊടിയോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്ന് കളഞ്ഞതിന് ശേഷം ഈ ഒരു കണക്ഷൻ പൈപ്പ് ഈ ഭാഗത്ത് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ടാപ്പ് ഓൺ ആക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പൊടി നമ്മൾ നേരത്തെ കണ്ട ആ ഒരു നെറ്റിലേക്ക് ചെന്ന് അടഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കണക്ഷൻ പൈപ്പും ടാപ്പും അതുപോലെ കണക്ടറും ഇവിടെ പെർഫെക്റ്റ് ഫിറ്റാണ്. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് പോലെ തന്നെ വെള്ളം തുറന്നു വിട്ട് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.